പുറത്തുപോയ നെവിനെ തിരിച്ചു കൊണ്ടുവരുമോ അതോ ബിഗ് ബോസിന്റെ ഒരു പ്രാങ്ക് ആണോ ഇത്? ഇങ്ങനെയുള്ള സംശയങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൊമോയുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉണ്ട്. എന്നാണെങ്കിലും ഒരു എവിക്ഷൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് പ്രാങ്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ബട്ട് ഇത് 7ാമത്തെ സീസൺ ആണ്, 7ന്റെ പണിയാണ്. എന്തും നടക്കാം, പ്രേക്ഷകരെ പറ്റിക്കാം. അതുപോലെ തന്നെ പ്രൊമോകളൊന്നും കണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ പുറത്തു നിന്നുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് നെവിൻ ക്വിറ്റ് ചെയ്തു എന്നുള്ള രീതികളിലാണ്. അത് എപ്പിസോഡിലേക്ക് ലൈവിലേക്ക് വരുമ്പോൾ ഇവർ എത്രത്തോളം ഇതിന് പിന്നിലെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ എന്താണെങ്കിലും അവര് ഹൈഡ് ചെയ്ത് തന്നെ നമ്മളെ കാണിക്കാൻ സാധ്യതകളുള്ളൂ. എനിവേസ് നെവിനെ തിരിച്ചു കൊണ്ടുവരുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രാങ്ക് ആണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നെവിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും മികച്ചൊരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ മികച്ച കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ്, അത്യാവശ്യം ടാസ്കുകളിലൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഭയങ്കരമായിട്ട് ബുദ്ധിപരമായ സ്ട്രാറ്റജികളൊക്കെ നിർത്തി അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ച് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല. ഒരു ഫണ്ണായിട്ട് എന്റർടൈനർ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ എടുക്കേണ്ട തീരുമാനങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫൺ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഈ സീസണിൽ നല്ല രീതിയിൽ ഫൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. കുറെ മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിലവിൽ ഈ ഒരു സീസണിൽ കുറച്ചെങ്കിലും ചിരിക്കാനുള്ള അല്ലെങ്കിൽ ഫൺ എലമെന്റ്സ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് നമുക്ക് നെവിനെ പറയാൻ സാധിക്കും. നെവിനും കൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ നടത്താൻ ഒന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് അവിടെ നിന്ന് ഒരു കണ്ടന്റുകളില്ല. നടക്കുന്ന കണ്ടന്റുകളൊക്കെ നെവിനെയും ബേസ് ചെയ്തിട്ടാണ്. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് അനുമോളുടെ കരച്ചിൽ മാത്രമേ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുള്ളൂ. ഇല്ലാത്തതിലും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലും എല്ലാം പോയിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു കണ്ടന്റ് നടക്കുമെന്ന് തോന്നുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനുമോൾ അവിടെ ഇരുന്ന് കരയുന്നത് മാത്രമേ ഈ സീസണിൽ കാണാനുള്ളൂ. സോ നെവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് തന്നെയാണ് അതിന്റെ നഷ്ടം. സോ ഇതൊരു വാശിക്ക് പുറത്ത് ബിഗ് ബോസ് അങ്ങനെ ഒരു ചലഞ്ചായിട്ട് പറഞ്ഞു. അപ്പോൾ നെവിനും അതൊരു ചലഞ്ചായിട്ട് അക്സെപ്റ്റ് ചെയ്തെടുത്ത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ പുറത്തേക്ക് പോയെങ്കിൽ പോലും ബിഗ് ബോസിന് നെവിനെ കൺവിൻസ് ചെയ്ത് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ കൺവിൻസ് ചെയ്ത് അകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരങ്ങളുണ്ട്. കാരണം മുൻ സീസണുകളിലൊക്കെ ഇതുപോലെയുള്ള പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, പലരെയും തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മണിക്കുട്ടൻ 2ാമത്തെ സീസണിൽ ക്വിറ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്ത് പോകുന്ന ഒരാളെ സംസാരിച്ച് 3-4 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരിച്ച് കയറ്റി വിടുന്നുണ്ട്. സോ ബിഗ് ബോസിന് അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ബിഗ് ബോസ് അത് പലരുടെയും മുഖം രക്ഷിക്കാനും അല്ലെങ്കിൽ പലരും അടുത്ത എവിക്ഷനിൽ പുറത്താകുന്നത് ഒഴിവാക്കാനും വേണ്ടി നെവിനെ എവിക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുറത്താക്കിക്കൊണ്ട് അവരെ സേവ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. എന്താണെങ്കിലും നെവിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു സീസണിലേക്ക് കുറച്ചൊരു ഫൺ എലമെന്റ് കൊണ്ടുവരുന്ന ഒരു കണ്ടസ്റ്റന്റ് നഷ്ടമാകും. ബിഗ് ബോസിന് തന്നെയാണ് കുറച്ച് കണ്ടന്റുകൾ നഷ്ടമാകുന്നത്. സോ ഈ എവിക്ഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളും കാര്യങ്ങളും നടക്കുമ്പോഴും അതൊക്കെ നടത്തിക്കോട്ടെ. ബെറ്റർ നെവിനെ കൺവിൻസ് ചെയ്ത് ഉള്ളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും നല്ലത്. സോ ബിഗ് ബോസിന്റെ തീരുമാനങ്ങളാണ് ഫൈനൽ. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയുക. നെവിനെ പുറത്താക്കിയത് അല്ലെങ്കിൽ നെവിൻ ക്വിറ്റ് ചെയ്തു പോയതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നെവിനെ തിരിച്ചു കൊണ്ടുവരണോ? നെവിൻ വരുന്നത് തന്നെയാണോ നല്ലത്, അതോ പുറത്തു പോകുന്നതാണോ നല്ലത്? ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം ലൈവിൽ എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്നൊക്കെ. സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.